ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ കൂടെ കാൻഡി ടോക്സിൻ്റെ ഫ്ലോറിലുള്ളത് പവി കെയർടേക്കർ മൂവിയിലെ ജാനകി, നമ്മുടെ സ്വന്തം ശ്രേയ രുക്മിണിയാണ്. രുക്മിണി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. മൂവി ഇപ്പോൾ നല്ല സക്സസ്ഫുള്ളി റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മൂവിയുടെ വിശേഷങ്ങൾ? നമുക്കത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. മൂവി ആക്ച്വലി ഇപ്പോൾ ഇന്നലെയാണ് റിലീസായത്. അപ്പോൾ ഭയങ്കര ഈ വെക്കേഷൻ ടൈമിൽ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു ഫുൾ ഫൺ പാക്ഡ് എൻ്റർടൈനർ മൂവിയാണ്. അപ്പോൾ നല്ല റെസ്പോൺസാണ് ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5 നായികമാരുണ്ട്. ദിലീപേട്ടൻ, നമ്മളെ കുറേ കാലമായിട്ട് ദിലീപേട്ടൻ എങ്ങനെയാണോ കാണാൻ കാത്തിരുന്നത്, ആ ഒരു ഫേസ് ഓഫ് ദിലീപേട്ടനെ നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. നല്ല ഫൺ ജോണറാണ്. ടോട്ടലി ഫണ്ണുണ്ട്, റൊമാൻസ് ഉണ്ട്, ഇമോഷൻസ്, എല്ലാ ഇമോഷൻസും കവർ ചെയ്തിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈനറാണ് മൂവി. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മൂവി കാണും. യെസ്, ഫസ്റ്റത്തെ ഫിലിമാണ്. ഫസ്റ്റത്തെ ഫിലിം തന്നെ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് ഉള്ളത്. അതിൻ്റെ എക്സ്പീരിയൻസ് എന്താ? ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള എക്സ്പീരിയൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാമോ? ഇത് ആക്ച്വലി ഈ മൂവിയിലോട്ട് ഞാൻ വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വിനീത് കുമാറാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ വിനീതേട്ടൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഞാനൊരു മൂവി ചെയ്യുന്നുണ്ട്, അതിൽ ഒരു റോള് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡീഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ചെയ്യാം എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് അറിയേയില്ല ഇത് ദിലീപേട്ടൻ്റെ മൂവിയാണ്, പ്രൊഡ്യൂസർ ദിലീപാണ്, എന്താണ് ഒന്നും അറിയില്ല. ഒരു വിനീതേട്ടനാണ് ഡയറക്ടർ എന്ന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞാൻ ഓഡീഷന് പോയപ്പോഴും എനിക്കൊരു സ്ക്രിപ്റ്റിലുള്ള ഒരു സാധനം തന്നെയാണ് ഓഡീഷനായിട്ട് തന്നെ. ചെയ്ത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു പറയാം, ഇന്നാണോ എന്താണെന്നുള്ളത് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഇന്നായതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇത് ദിലീപേട്ടൻ്റെ മൂവിയാണ്, ദിലീപേട്ടൻ്റെ ഗ്രാൻഡ് പ്രൊഡക്ഷനാണ്. ഇതൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ മൊത്തത്തിൽ ഷോക്കടിച്ച എഫക്റ്റായിരുന്നു. ദിലീപേട്ടനോ എന്നുള്ള അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഫാൻ ഗേളാണ്. ചെറുപ്പം തൊട്ടേ നമ്മൾ CID മൂസ, മീശ മാധവൻ ഇതൊക്കെ കണ്ട് നമ്മൾ ടി വിയിലല്ലോ കണ്ടിട്ടുള്ളൂ ഈ തമാശയും കാര്യങ്ങളൊക്കെ. അപ്പം ദിലീപേട്ടൻ്റെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്തു, ഓക്കെ എന്നുള്ള ഒരു രീതിയിലായി. അങ്ങനെ സെറ്റിലെത്തിയപ്പോഴും ആക്ച്വലി ദിലീപേട്ടൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പം ഫണ്ണാണോ സീരിയസ് ആണോ നമ്മൾ എപ്പോഴും എല്ലാവരും പറയുന്നത് കേൾക്കാം. ഈ ടി വിയിൽ ഇപ്പം ഫിലിമിൽ കോമഡി അവതരിപ്പിക്കുന്നവർ റിയൽ ലൈഫിൽ ഭയങ്കര സീരിയസ് ആയിരിക്കും നമ്മൾ എല്ലാവരും പറയുന്ന ഒരു ഇത്. അപ്പം ഞാനും വിചാരിച്ചു ഇനി സീരിയസ് ആയിരിക്കും, എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഫസ്റ്റത്തെ ഒരു ഇൻട്രാക്ഷൻ അതെനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എങ്ങനെയാണോ ടി വിയിൽ കാണുന്നത് അതുപോലെ തന്നെയാണ് പുള്ളി റിയൽ ലൈഫിലും. ഒരു എന്താ പറയണ്ടേ, എന്നെ ഭയങ്കര കംഫർട്ടാക്കി. ആദ്യം തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് ഹലോ, എൻ്റെ പേരൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഓഡീഷൻ സമയത്ത് തന്നെ എൻ്റെ പേരൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കൂളാക്കിയതിന് ശേഷമാണ് എൻ്റെ ആദ്യത്തെ ഷോട്ടും ദിലീപേട്ടൻ്റെ കൂടെയുള്ള ഷോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, ടെൻഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഒരു ഫൺ സ്ക്രിപ്റ്റ് മൊത്തം ഫൺ, ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ജോവിയൽ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് തന്നെ സെറ്റും ഭയങ്കര ജോവിയലായിരുന്നു. നമ്മളിപ്പം 5 നായികമാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 5 പേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ്, നമ്മൾ തമ്മിൽ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, ആക്ടേഴ്സ് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, ദിലീപേട്ടനായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, ഈവൻ വിനീതേട്ടൻ റൈറ്റർ എല്ലാവരും സെറ്റിലുണ്ട്. അപ്പോൾ ഭയങ്കര ഫണ്ണായിരുന്നു സെറ്റ് ഉണ്ടായിരുന്നു. VIT-യിൽ നിന്ന് MSc ഫിസിക്സിനാണ് ഡിഗ്രി എടുത്തിരുന്നത്. അപ്പോൾ പഠിക്കുന്ന സമയത്തും ആക്ടിങ് അങ്ങനെയുള്ളതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഒരു ഡിഗ്രി ടൈമിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന? വേറെ ഡിഗ്രി ടൈമിൽ ഞാൻ പഠിത്തം മാത്രമായിരുന്നു. ഞാൻ ആക്ച്വലി ഇന്നേ വരെ ഒരു സ്റ്റേജിൽ കയറിയിട്ട് അഭിനയിച്ചിട്ടില്ല. എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു. കോൺഫിഡൻസ് ഇല്ല എന്ന് മാത്രമല്ല, എനിക്ക് ഭയങ്കര ഷയ്യ. ഇപ്പം പെട്ടെന്ന് തന്നെ സ്റ്റേജിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ വിറക്കൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ ബേസിക്കലി. അപ്പോൾ ചെറുപ്പം തൊട്ടേ പാട്ട് പാടുമായിരുന്നു. പാട്ട് പാടും. അതേപോലെ ഞാൻ കുറച്ചൊന്ന് സ്റ്റുഡിയസ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി കംപ്ലീറ്റ് ഈ പറയുന്ന പോലെ ഓപ്പോസിറ്റ് ആണ്. അവള് ഡാൻസ് പാട്ട് ചെറുപ്പം തൊട്ടേ ഡാൻസും പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛനമ്മ അവളെ ആ ഒരു സൈഡിലേക്കും എന്നെ ഈ അക്കാഡമിക് സൈഡിലേക്കും ആക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ പാട്ട് പാടുമെങ്കിലും ഞാൻ ഈ കലോത്സവത്തിൽ ഇങ്ങനെ പാട്ട് പാടും, അങ്ങനെ പങ്കെടുക്കും എന്നല്ലാതെ കാര്യമായിട്ട് പാട്ടും ശ്രദ്ധിച്ചിട്ടില്ല.
ഇപ്പോൾ ഞാൻ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് വന്നത്. പാടിയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു സംഭവം, പാട്ട് പാടുന്ന ഒരു സംഭവം ആ സമയത്താണ് വന്നേ. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ എന്തുകൊണ്ട് ഇത്രയും കാലം ഞാൻ സൈഡായിട്ടല്ലോ പാട്ട് നോക്കിയിട്ടുള്ളൂ, കാര്യമായിട്ട് എടുത്തൂടെ എന്നുള്ളൊരു കാര്യം അപ്പോഴാണ് ഞാൻ നോക്കിയത്. അപ്പം ഞാൻ കാര്യമായിട്ട് പാട്ട് പാടി ഇടാൻ തുടങ്ങി. അപ്പം നല്ല ഫീഡ്ബാക്ക് വരാൻ തുടങ്ങി. അപ്പം എനിക്ക് തോന്നി ഓക്കെ, ഞാൻ പാട്ട് കാര്യമായിട്ട് എടുക്കണം എന്നുള്ളൊരു കാര്യം അപ്പോഴാണ് തോന്നി. അപ്പം ഞാൻ BSc കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിച്ചാൽ മതി, എനിക്ക് ഫിസിക്സ് പഠിക്കണ്ട, ഞാൻ വല്ല സൗണ്ട് എഞ്ചിനീയറിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും പോവാം എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഒരു പരിപാടി നടക്കില്ല, ഇല്ല, MSc തന്നെ ചെയ്യണം, MSc കഴിഞ്ഞിട്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഒരു പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ MSc പോകും, പക്ഷെ MSc കഴിഞ്ഞിട്ട് എന്നെ വിടണം, എൻ്റെ ഇഷ്ടത്തിന് വിടണം എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ പോയി. MSc കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ MSc കഴിഞ്ഞല്ലോ, ഇനി ഞാൻ മ്യൂസിക്കിലോട്ട് പോവാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇനി നെറ്റിൻ്റെ കോച്ചിങ് നെറ്റ് കോച്ചിങ് ചെയ്യണം, നെറ്റ് കോച്ചിങ് കഴിഞ്ഞിട്ട് കിട്ടുമോ ഇല്ലയോ നോക്കാമല്ലോ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഗവൺമെൻറ് എംപ്ലോയീസാണ്. അപ്പോൾ അവർക്ക് ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരുന്നു. MSc കഴിയുന്നു, നെറ്റ് എഴുതുന്നു, കിട്ടുന്നു, കോളേജിൽ ലെക്ചറായിട്ട് ചേർക്കുന്നു, എല്ലാം ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ MSc കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു മ്യൂസിക് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നെറ്റ് കോച്ചിങ്ങും കൂടെ ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവിടെ ഞാൻ ട്രാപ്ഡായി. അങ്ങനെ ഞാൻ വീണ്ടും നെറ്റ് കോച്ചിങ്ങിന് പോയി. അവിടെ പോയി ഞാൻ ഒന്നും പഠിച്ചില്ല. എല്ലാ ദിവസവും ഞാൻ ഈ പറയുന്ന പോലെ ഫോൺ നോക്കിയിരിക്കും, ഒന്നും പഠിക്കില്ല. ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഉറങ്ങും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര ഉറപ്പായിരുന്നു. അപ്പം നെറ്റ് കിട്ടിയില്ല. സ്വാഭാവികമായും എല്ലാവരും സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉഴപ്പി പഠിച്ചു. അപ്പം നെറ്റ് കിട്ടിയില്ല. നെറ്റ് കിട്ടാത്തപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ട്രൈ ചെയ്തല്ലോ, നെറ്റ് കിട്ടിയില്ലല്ലോ, ഇനിയിപ്പോൾ എൻ്റെ വഴിക്ക് എന്നെ വിടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു ഒരു പ്രാവശ്യം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെന്നെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി BIT കഴിഞ്ഞിട്ട് എനിക്ക് ഫിസിക്സിൽ തന്നെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് എടുക്കാന്നുള്ള, ഫോറൻസിക് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഫോറൻസിക് ഓഫീസറായിട്ട്, അസിസ്റ്റന്റ് ഫോറൻസിക് ഓഫീസറായിട്ട് ഗോവയിലാണ് എനിക്ക് കിട്ടിയത്. ഗോവ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഫുൾ DJ പാർട്ടിയാണല്ലോ എന്ന്. പക്ഷെ എനിക്ക് കിട്ടിയ ഗോവ എന്ന് പറയുന്നത് സൗത്ത് ഗോവയാണ്. വളരെ പുവറാണ്, അവിടെ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിയാ എല്ലാവരും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും ഗോവയിലല്ലേ ഭയങ്കര അടിച്ചു പൊളിയായിരിക്കില്ലേ, വീക്കെൻഡൊക്കെ ഭയങ്കര പൊളിയായിരിക്കില്ലേ. വീക്കെൻഡൊക്കെ ഞാനിങ്ങനെ വെറുതെ ഷോക്ക് അടിച്ചിരിക്കുക, വെറുതെ ഇരിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയറിന് എല്ലാവരും ഗോവയിലേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ ന്യൂ ഇയറിന് ഗോവയിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന അവസ്ഥയാണ്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ ഫോറൻസിക് ഓഫീസറായിട്ട് ഞാൻ ഒരു 1.5 വർഷം കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്തു. അപ്പോൾ കോൺട്രാക്ട് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവരുടെ ഭാഷ അറിയണം. അവിടെ കൊങ്ങിണി ഭാഷയാണ്. കാരണം നമുക്ക് കൂടുതലായിട്ടും ഇന്ററാക്ട് ചെയ്യേണ്ടത് ലോക്കൽസ് ആയിട്ടാണ്. അപ്പൊ ആ ഭാഷ അറിയില്ലെങ്കിൽ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫോറൻസിക്കിലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുകയാണ്, എന്ത് ടൈപ്പ് ഓഫ് കേസസ് ഒക്കെ ആയിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത് ഫോറൻസിക്കിൽ ഉണ്ടായിരുന്നത്? എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആണല്ലോ. അപ്പോൾ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചിലാണ് ഫോറൻസിക്കിൽ എനിക്ക് പോകാൻ പറ്റുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലിസ്റ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണ്ണ്, തോക്കുകളുടെ തോക്കുകളുടെ ഇടയിലായിരുന്നു. തോക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തെടുത്ത് എനിക്ക് സൈബറിൽ കൂടെ എനിക്ക് ആക്ച്വലി പോകാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. സൈബർ കേസസും കൂടെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോവയിലത്തെ കേസ് എന്ന് വെച്ചാൽ ഗോവയിൽ ഒരുപാട് ഗൺ കേസസ് ഉണ്ട്. അതായത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് അവരെ വെടിവെച്ച് കൊല്ലുന്ന കുറച്ച് ക്രൈം സീൻസിലൊക്കെ പോകേണ്ടി വരും. ക്രൈം സീൻസിൽ പോകേണ്ടി വരും. എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാമോ? ക്രൈം സീൻസിൽ പോയിട്ട് വെടിവെച്ച് വന്നിട്ട് കണ്ടിട്ടുള്ള എന്തെങ്കിലും? അത് ഭയങ്കര വിയേർഡാണ് ആക്ച്വലി. ക്രൈം സീനിൽ പോവാന്ന് പറയുന്നത് അത് എനിക്ക് ആദ്യമൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബേസിക്കലി എനിക്ക് ഈ പറയുന്ന പോലെ ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം ഉറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ആ ആളാണ് ഫോറൻസിക്കിൽ പോയത്. അപ്പോൾ ക്രൈം സീനിൽ പോകുന്ന സമയത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾക്ക് ഇത് കാണുക, നമുക്ക് സ്കെച്ച് ചെയ്യാന്നൊക്കെ ഉള്ള ആ ഓപ്ഷൻ നമുക്ക് വേറെ ഇല്ല. നമ്മുടെ ജോബ് അതാണല്ലോ.
അപ്പോൾ പിന്നെ അതായിട്ട് യൂസ്ഡ് ആയി. പിന്നെ അധികം ക്രൈം സീനിലോട്ട് ഞാൻ പോവാതെ ഞാൻ ഈ പറയുന്ന പോലെ ഈ ഏത് ബുള്ളറ്റ് വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്ന ഇതിലോട്ട് ഞാൻ കുറച്ചുകൂടെ പോയി. ക്രൈം സീൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഈ തിയറിറ്റിക്കൽ സൈഡിലോട്ട് കുറച്ച് ഡാർക്കായിരുന്നു. ക്രൈം സീനിൽ ഒരുപാട് തരം ക്രൈംസ് ഉണ്ടാവാമല്ലോ. ഇപ്പോൾ ചിലവരൊക്കെ അതെനിക്ക് കോൺഫിഡൻഷ്യാലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ചില കേസസ് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസസ് ഒക്കെ വരുന്ന സമയത്ത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസസിലൊന്ന് അപ്പോൾ ഒരിക്കൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ചെറിയൊരു ട്രോമ പോലെ എനിക്ക് വന്നപ്പോൾ ഞാൻ തിയററ്റിക്കൽ സൈഡിലോട്ട് കൂടുതൽ മാറി. കാരണം ഇത് കണ്ടുപിടിക്കാൻ അത്യാവശ്യം നന്നായിട്ട് പണിയുണ്ട്. ഇത് എല്ലാവരും വിചാരിക്കും നല്ല എക്സ്പീരിയൻസാണ്, പക്ഷേ കേട്ടോ നമ്മൾ ഗണ്ണൊക്കെ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഷൂട്ട് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടോ? ഷൂട്ട് ചെയ്ത് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഗണ്ണ് തന്ന് വെടിവെച്ച് നോക്കുക അതല്ല, അങ്ങനെ തരത്തില്ല. നമ്മളെ ഒരു റൂമില് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 റൂമിലായിട്ട് ഒരു റൂമില് ഗണ്ണ് വെച്ചിട്ടുണ്ടാവും. അതിന് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് വേറൊരു റൂമില് നമ്മൾ നിൽക്കും. അതിനൊരു കയറ് കെട്ടും. നമ്മൾ മുന്നിൽ ടാർഗറ്റ് ആയിട്ടുള്ള ഷീറ്റ് ഉണ്ടാവും. അതിലോട്ട് നമ്മൾ കയറ് വലിച്ചിട്ട് നമ്മൾ ബുള്ളറ്റ് പോകുന്ന അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ ഗണ്ണ് കയ്യിൽ പിടിച്ച് വെടിവെക്കേണ്ട സംഭവം അങ്ങനെയില്ല. എപ്പോഴെങ്കിലും ഫയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഫയർ ചെയ്ത് നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഗണ്ണ് കയ്യിൽ പിടിച്ചിട്ട് ഫയർ ചെയ്ത് നോക്കാൻ നമ്മളെ വിടില്ല. ഒന്നാമത് ഞാനൊക്കെ ഫ്രഷറാണ്, നമ്മളെ ഇതൊക്കെ എക്സ്പീരിയൻസ് അതെ. അപ്പൊ നമ്മളെ അങ്ങനെ വിടില്ല. പിന്നെ ഭയങ്കര റിസ്ക്കുമാണ് ഇത് തന്നെ. ഈ പറയുന്ന പോലെ ചിലപ്പോൾ നമ്മൾ കയറ് വലിച്ചിട്ട് ഇവിടെ ടാർഗറ്റിൽ പോയിട്ട് തിരിച്ചു വന്ന ബുള്ളറ്റ് അവിടെ ഇടിച്ച് തിരിച്ചു വരാനുള്ള ചാൻസസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അങ്ങനെയൊക്കെ ഇഞ്ചുറീസ് വരാം. ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് കേസസ് പഠിക്കാൻ പറ്റും. ആ കേസസിനെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ എത്ര ആലോചിച്ചാലും ഇതെന്താ ഇങ്ങനെ വന്നേന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ കുറേ കേസസ് ഒക്കെ ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഫോറൻസിക് കഴിഞ്ഞിട്ട് പിന്നെ എന്താ? അത് കോൺട്രാക്ട് ബേസിസിലായതുകൊണ്ട് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ ബാംഗ്ലൂരിൽ ലെക്ചറായിട്ട് ഫിസിക്സിൻ്റെ ഹയർ സെക്കൻഡറിയുടെ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് കോവിഡ് വന്നിട്ട് വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ വീട്ടിലിരുന്ന് എനിക്ക് എപ്പോഴും ഇങ്ങനെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബോറടിച്ച്, പിന്നെ എല്ലാ ദിവസവും ഒരേ സാധനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും പുതിയൊന്നുമില്ല. ഒരേ ഡൗട്ടാണ് പിള്ളേര് ചോദിക്കുന്നത്, ഒരേ ആൻസർ തന്നെ ഞാൻ പറയുന്നു. ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബോറടിച്ചു. അങ്ങനെ ബോറടിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ ജോബ് നൈസായിട്ട് റിസൈൻ ചെയ്തു. പക്ഷെ ഭയങ്കര പ്രശ്നമുണ്ടായി അതിന്റെ പേരിൽ. വീട്ടുകാര് ഇതിനൊക്കെ ഭയങ്കര എതിരാണ്. കാരണം ജോബ് റിസൈൻ ചെയ്യുന്ന അവർക്ക് വിചാരിക്കാനേ പറ്റാത്തൊരു കാര്യമാണ്. ആ സമയത്ത് എനിക്ക് എന്തോ ഭാഗ്യത്തിന് റെഡ് FM ന്ന് ഒരു ഓഫർ വന്നു. എവിടെയായിരുന്നു സ്ഥലം? കൊച്ചിയിൽ. ഞാൻ കണ്ണൂർ പയ്യന്നൂരാണ് എൻ്റെ വീട്. എനിക്ക് ഓഫർ വന്നത് കൊച്ചി റെഡ് FM എന്നാണ്. എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗിങ് എനിക്ക് ഇഷ്ടമാണല്ലോ. എനിക്ക് ഈ ഒരു കലാരംഗത്തുള്ള ഒരു മീഡിയ ഫീൽഡിലുള്ള ഒരു ജോലി വേണം എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ RJ എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഇപ്പോഴും പേടിയുള്ള ഒരാളാണ്. മൈക്ക് തന്നു കഴിഞ്ഞാൽ എന്ത് സംസാരിക്കും എന്നുള്ള ഒരു കാര്യമൊക്കെ പേടിയുള്ള ഒരാളാണ്. അപ്പം എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും വന്ന ഓഫർ കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ പോയിട്ട് ഈ പറയുന്ന പോലെ ആദ്യത്തെ ഒരാഴ്ച നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ട് പഠിക്കുക. നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം അതൊക്കെ വേഗം പഠിച്ചെടുത്തു. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും കേട്ട് എല്ലാവരും പറയുന്ന, പിന്നെ ഹെൽപ്പ് ചെയ്തു. RJs എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡ് FM കൂടെ ആയതുകൊണ്ട് കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കും എന്നുള്ള ടാഗാണ്. പിന്നെ ഞാൻ എവിടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ലീവിന് പോയി കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും വാലായിട്ട് കേൾക്കൂ കേട്ടുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഇംപ്രവൈസ് ചെയ്ത് അത് അങ്ങനെ ഇതായി. അപ്പോൾ ആ സമയത്താണ് വിനീതേട്ടൻ ഓഫർ വന്ന് സിനിമയിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ലീവിന്റെ പ്രശ്നങ്ങളൊക്കെ ആയി. സ്കെഡ്യൂൾ അങ്ങനെ ഒരുപാട് നീണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ദിലീപേട്ടന് വേറെ ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് സ്കെഡ്യൂൾ നീണ്ടതുകൊണ്ട് എനിക്ക് അത്രമാത്രം ലീവ് തരാൻ പറ്റില്ല.
എന്തായാലും. അപ്പം ഞാൻ റിസൈൻ ചെയ്തു. ഒരു ഓൾമോസ്റ്റ് ഒരു 6 months ആയിരുന്നു ആർജെയിങ് ആയിട്ട് ഉണ്ടായത്. എന്തായിരുന്നു നെയിം? ആർ ജെ രുക്മിണി എന്നാണ്. എന്തെങ്കിലും ഫൺ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ ആർ ജെ ചെയ്യുന്ന സമയത്ത്? എന്തെങ്കിലും ഫൺ എക്സ്പീരിയൻസ് അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്ന സമയത്ത് ഈ ടെക്നിക്കൽ സംഭവങ്ങൾ എനിക്ക് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ നമ്മൾ എന്തായാലും. അപ്പോൾ ഇതിന്റെ സ്വിച്ചസ് ഒക്കെ എവിടെയാണെന്നുള്ളത് വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരിക്കൽ നമ്മൾ തന്നെ എല്ലാം, അതായത് ഔട്ട് പോകുന്ന സ്വിച്ചസ് ഒക്കെ നമ്മൾ തന്നെയാണ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പം അറിയാതെ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫ് ചെയ്തു. ഒരു 5 മിനിറ്റിലത്തേക്ക് എല്ലാം സ്തംഭിച്ചു പോയ പോലെ ആയിപ്പോയി. കൊച്ചിയിൽ ഫുൾ ആ സമയത്ത് റെഡ് എഫ് എം കേൾക്കുന്നുണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതൊന്നും കേൾക്കണില്ല, പാട്ട് പോവുക. അപ്പൊ വേഗം എല്ലാവരും ഓടി വന്ന് എന്താ സംഭവിച്ചു. ഞാൻ പറഞ്ഞു എന്താ സംഭവിച്ചു, ഒന്നും സംഭവിച്ചില്ല. ഞാൻ അറിഞ്ഞതേ ഇല്ല. എന്റെ കാല് തട്ടിയിട്ട് എങ്ങാനും ആണ് ഓഫ് ആയി. ഞാനത് അറിഞ്ഞതേ ഇല്ല. അപ്പൊ ഇവര് പറഞ്ഞു ഇത് ഔട്ട് പോകുന്നില്ല, സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇങ്ങനത്തെ പരിപാടികൾ അതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം അവര് പറഞ്ഞപ്പോ. മൂവിയിലെത്തി. അങ്ങനെ നമ്മൾ മൂവിയിലെത്തി. ഞാൻ ഫാമിലിനെ പറ്റി ചോദിക്കാം. കണ്ണൂരാണെന്നാണ് പറഞ്ഞത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി. അവർ ഫിലിം കണ്ടോ? എന്തായിരുന്നു എൻ്റെ അഭിപ്രായം? ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഫിലിമിലോട്ട് വരുന്നത് വലിയ താല്പര്യം, സപ്പോർട്ടീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടീവാണ്. പക്ഷെ അവര് എക്സ്പെക്ട് ചെയ്ത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അക്കാഡമിക്കലി ഭയങ്കര ഹൈ ആയിട്ട് ജോലിയൊക്കെ ചെയ്തത്. എനിക്ക് ജോലി ഉണ്ടായല്ലോ, അതൊക്കെ റിസൈൻ ചെയ്ത് വന്നത് ഭയങ്കര വിഷമവും ഭയങ്കര. ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയും സിനിമ ചെയ്തോളൂ, പക്ഷെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇൻകം വേണം. സത്യമാണ്, നമുക്ക് വേണം. സിനിമ എന്ന് പറയുന്നത് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റുമെന്ന്, അത് അത്രയും ലക്കി ആയിട്ടുള്ളവർക്ക് മാത്രമേ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു ഞാൻ. എന്തായാലും അതെ. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ഇവർക്ക് ആദ്യം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഡൈജസ്റ്റ് ആവാൻ കുറച്ച് സമയം. ഞാൻ ഭയങ്കര റിബലും ആയിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും സിനിമയിൽ അഭിനയിക്കണം. എനിക്ക് എങ്ങനെയാണ് ഇത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അഭിനയിക്കാൻ എന്നുള്ള. അപ്പോൾ എനിക്കിങ്ങനെ കുറെ ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഈ ഓഫേഴ്സ് ഒക്കെ നമ്മുടെ എഫ്എമ്മിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ല, അതിന് മുന്നേ തന്നെ ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട കോൺഫിഡൻസ് ഒന്നുമില്ല, എല്ലാം നോ പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാവർക്കും ഇത് കിട്ടില്ല, ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം അറ്റ്ലീസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്യാന്നുള്ളൊരു സാധനമെങ്കിലും ചെയ്യണം, അല്ലാതെ എല്ലാത്തിനോടും നോ 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 പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും കിട്ടില്ല എന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഓഡീഷന് പോകുന്നത്. അപ്പോൾ ഓഡീഷന് പോയി കഴിഞ്ഞതിന് ശേഷമാണ്, ഫസ്റ്റ് ഓഡീഷൻ കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ എനിക്ക് അഭിനയിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. ഓഡീഷൻസ് അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ സിനിമകൾ കാണുന്ന രീതി തന്നെ മാറിപ്പോയി. കുറച്ചുകൂടെ നന്നായിട്ട് സിനിമ കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സിനിമ സീരിയസ് ആയിട്ട് എടുക്കണം തോന്നി. പിന്നെ എനിക്ക് അഭിനയം ഭയങ്കര പാഷനായിട്ട് മാറി. അപ്പൊ നമ്മള് എഫ്എമ്മിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭിനയം ആ സമയത്തും എൻ്റെ ഉള്ളിൽ മൈൻഡിൽ സിനിമയിലേക്ക് കയറണം തന്നെയായിരുന്നു. എങ്ങനെയെങ്കിലും സിനിമയിലേക്ക് കയറണം തന്നെയായിരുന്നു. അപ്പോഴന്നെയാണ് തക്ക സമയത്ത് ദൈവം സഹായിച്ച് വിനീതേട്ടൻ വിളിച്ചു എന്നുള്ളൊരു കാര്യം അങ്ങനെ സംഭവിച്ചത്. എത്രാമത്തെ ഓഡീഷൻ ആയിരുന്നു ഇപ്പോൾ വി കെയർ ടേക്കറിന്റെ രുക്മിണിയുടെ? ആദ്യത്തെ ഓഡീഷൻ, ഫസ്റ്റ് ഓഡീഷൻ. അതിന് മുന്നേ എനിക്ക് ഒരു ഫിലിം വന്നിട്ടുണ്ടായിരുന്നു. ആ ഫിലിമിൽ ഞാൻ ഒരു ഓഡീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇന്നായി, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഫിലിം നടന്നില്ല. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് 2ാമത്തെ ഓഡീഷനാണ്. പക്ഷെ എൻ്റെ ആദ്യത്തെ ഫിലിം വി കെയർ ടേക്കറാണ്. ഇപ്പോൾ ആർജെയും ചെയ്തിരുന്ന ഒരു സമയം, അപ്പോൾ കണ്ണൂരിൽ നിന്നാണല്ലോ വന്നിരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് തൃശ്ശൂർ ഭാഷ ഉണ്ടായിരുന്നു. അതേപോലെ കഴിവുണ്ടല്ലോ, ഇപ്പോഴുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, കണ്ണൂരിൽ നിന്ന് വന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ കൊച്ചിയിൽ ആർജെയും ചെയ്യുന്ന സമയത്ത് ആ കണ്ണൂർ സ്ലാങ് കയറി വന്നിരുന്നോ? ആദ്യമൊക്കെ എനിക്ക് ശരിക്കും കണ്ണൂർ ഭാഷയിലായിരുന്നു ഞാൻ ആർജെയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അത് എൻ്റെ അടുത്ത് നമ്മുടെ ഹെഡ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു അതൊന്ന് മാറ്റി പിടിക്കാം, ഇത് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് വന്ന് ഞാൻ അവസാനം ഒരു കൊച്ചി കണ്ണൂർ മിക്സ് ആയിപ്പോയി.
പിന്നെ എന്നിട്ട് ഞാൻ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ വലിയ കൊച്ചിക്കാരിയായിട്ട് വിളിക്കുമ്പോൾ അമ്മ എന്നോട് പറയും എന്തുവാ നീ സംസാരിക്കുന്നേ, നീ നമ്മുടെ ഭാഷയിൽ സംസാരിക്കുന്നൊക്കെ പറയാം. അപ്പം വീട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം സമയമെടുക്കും ഒന്ന് കണ്ണൂർ ഭാഷയിലേക്ക് തിരിച്ചു വരാൻ. അപ്പൊ കണ്ണൂർ ഉള്ള ആളെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, തിരിച്ച് കൊച്ചിയിൽ വരുമ്പോ ഒരു ദിവസം എടുക്കും കൊച്ചിക്കാരിയാവാൻ. കൊച്ചിക്കാരിയാവാൻ. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഇപ്പൊ കണ്ണൂർ അവർക്കൊക്കെ മനസ്സിലായി. നമ്മുടെ കണ്ണൂരിൽ കുറെ കൊച്ചിയിൽ അറിയാത്ത കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? ഇപ്പം നമ്മുടെ ഇവിടെ പറയുന്ന എന്തെങ്കിലും കണ്ണൂര് വേറെ ഏതെങ്കിലും പേരാ പറയുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല പറഞ്ഞു. ഈ അടിച്ചു വാരിയിട്ട് കോരി, കോരി എന്താ അവിടെ ഇവിടെ തൃശ്ശൂര് കോരി എന്ന് പറയും, ഇവിടെ കോരി എന്നൊക്കെ ആയിരിക്കും പറയാം. നമ്മള് കാട്ടൻ കോരി എന്നാ പറയാ. എന്നിട്ട് കാട്ടൻ കോരി. അതുപോലെ ഇവിടെ കാട്ടൻ കോരി എന്നൊക്കെ പറഞ്ഞ വേറെ പിന്നെ വേറെ അതേപോലെ നെട്ടപ്രാണ നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ നാക്കല്. നെട്ടപ്രാണ നീ ഇങ്ങനെയെല്ലാം പറഞ്ഞ ഞാൻ നാക്കല്. നട്ടപ്രാണ നീ ഇങ്ങനെ നട്ടപ്രാണല്ല നെട്ടപ്രാണ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ നാക്കല്. അതായത് ഒന്നും മനസ്സിലായില്ലല്ലോ. നെട്ടപ്രാണെന്ന് വെച്ചാൽ പെട്ടെന്ന്. സ്പീഡില് പറഞ്ഞ നെട്ടപ്രാണ വെച്ചാൽ പെട്ടെന്ന്, സ്പീഡിൽ നിന്നല്ല, പെട്ടെന്ന് ഒരാള് ഇറങ്ങിപ്പോയി എന്ന് പറയണെങ്കിൽ നമ്മൾ പറയും നെട്ടപ്രാണ അവൻ പോയി, അങ്ങനെ നമ്മൾ പറയാ. നെട്ടപ്രാണ അവൻ പോയി. അപ്പൊ ഞാൻ ഇത് കഷ്ടപ്പെട്ട് മാറ്റി കൊച്ചി സ്ലാങ് ഒക്കെ ആയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രോഗ്രാമിന്റെ പേര് മിഡ് ഡേ മസാല ആയിരുന്നു. മിഡ് ഡേ മസാല വിത്ത് ആർജെ രുക്മിണി, അതായിരുന്നു ടാഗ് ലൈൻ. അപ്പോ ഗെയിംസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഒബ്വിയസ്ലി 11 മണി തൊട്ട് 2 മണി വരെയുള്ള ഷോ ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഗെയിം സെഷൻ ഒക്കെ ഉണ്ട് എന്റെ അതിൽ. അപ്പൊ ഞാൻ ഗെയിമായിട്ട് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിലെ കുറച്ച് വേർഡ്സ് ഞാൻ ഇങ്ങനെ കൊടുക്കും, ഇതിന്റെ അർത്ഥം കണ്ടുപിടിക്കുന്നവർക്ക്. ഒരു 2-3 വേർഡ്സ് പറയാമോ? എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ അർത്ഥം പറഞ്ഞുതരാം, അല്ലെങ്കിൽ അതിലൊരു വേർഡാണ് ഇത് നെട്ടപ്രാണ. അപ്പം കണ്ണൂർ സ്ലാങ്ങിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. അപ്പൊ എനിക്കൊരു 3 വാക്ക് കണ്ണൂർ പറയുന്നത്, ഞാനത് എന്തെന്നാ തൃശ്ശൂരും അതിനെന്താ പറയാന്നൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ഒരു 3 വാക്ക് പറഞ്ഞു. 3 വാക്ക് പറഞ്ഞാൽ നീ എന്തെന്നാണ് കളിക്കുന്നത്, നീ എന്തെന്നാണ്, അതായത് നീ എന്താ ചെയ്യണേന്നാണോ, നീ എന്താ കാട്ടണേ, നീ എന്താ കാട്ടണേന്നാണോ നിങ്ങൾ ചോദിക്കുക? നീ എന്തുട്ടാ കാട്ടണേ, നീ എന്തുട്ടാ കാട്ടണേ. പിന്നെ ഓടുത്തു, എവിടെ പോയി, ഓടുത്തു, എവിടെ പോയി, ഓടുത്തു എന്നുവെച്ചാ എവിടെ പോയി എന്നാണോ അർത്ഥം? അല്ല, ശരിക്കും അതിന്റെ അർത്ഥം എന്താ? ഓടുത്തു മീൻസ് ഓടിക്കോ, അല്ല എവിടെ, എവിടെയാ അവൻ ഓടുത്തു, അവൻ ചോദിക്കില്ല, ഓൻ ഓടുത്തു എന്ന് ചോദിക്കും. അവൻ എവിടെയാ, അതാണ് എവിടെയെന്നുള്ളതിന്റെ അർത്ഥാണ് ഓടുത്തു, അങ്ങനെ ചോദിക്കുക. അടുത്തത് ഈ കാട്ടൻകോരി, നെട്ടപ്രാണ, അങ്ങനെയൊക്കെ. വേറെ ഇപ്പം എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടോ ഇവിടെ പറയുന്ന? അവിടെ വേറെ ഏതെങ്കിലും ഇതിന് നിങ്ങള് ഈ കാരയപ്പം എന്ന് പറയോ? കാര വെച്ചിട്ടുണ്ടാക്കുന്ന അപ്പത്തിനെ കാരയപ്പം എന്ന് പറയും. കാര എന്താ? കാര വെള്ളയപ്പാണോ? അല്ല, നമ്മളീ അതിനെന്താ പറയാ, നെയ്യപ്പെന്നോ എന്താ പറയാ? നെയ്യപ്പം എങ്ങനത്തെ ഷേപ്പ്? ഇത് കുഞ്ഞ് ഇതായിട്ട് നമ്മള് ഉണ്ണിയപ്പത്തിന് നമ്മള് കാരയപ്പം എന്നാ പറയാ. നമ്മളോട് ഉണ്ണിയപ്പം അല്ലേ? നമ്മള് കാരയപ്പം. നന്നായിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഞാനപ്പോ ഈ പേരിലോട്ടൊന്ന് വരാം. അപ്പൊ നമ്മളെല്ലാവരും രുക്മിണി, ഞങ്ങളും വിളിക്കുന്നത് രുക്മിണി എന്നാണ്. പക്ഷെ ഫുൾ നെയിം വരുന്നത് ശ്രേയ രുക്മിണി എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ പേര് വന്നത്? ആരാണ് ആ പേര് ഇട്ടത്? ആക്ച്വലി എന്റെ പേര് ശ്രേയ രുക്മിണി എന്നായിരുന്നില്ല. അങ്ങനെയല്ലായിരുന്നു? അല്ല, എന്റെ പേര് ശിവഗാമി എന്നായിരുന്നു. ശിവഗാമി ദേവി? ദേവിയൊന്നുമില്ല, ശിവഗാമി. ശിവഗാമി എന്നായിരുന്നു പേര്. എന്റെ ചേച്ചിയുടെ പേര് അഭിരാമി എന്നാ. അപ്പൊ അഭിരാമി ശിവഗാമി അങ്ങനെ ഇട്ടതാ. അപ്പോൾ ചെറുപ്പത്തിൽ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ എങ്ങാനും ചേർത്തപ്പോൾ എൻ്റെ ഡാഡി മമ്മി എന്നെ ചതിച്ചതാണ്. പെട്ടെന്നൊരു ദിവസം എൻ്റെ പേര് മാറ്റി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെല്ലാവരും ഏതായി തമിഴത്തിക്കുട്ടി, ശിവഗാമിക്ക് ഒരു തമിഴ് ടച്ച് ഉണ്ടല്ലോ, അപ്പൊ ഏതായി തമിഴത്തിക്കുട്ടി എന്നുള്ളൊരു, തമിഴത്തി ആണോ എന്നുള്ളൊരു ഡൗട്ട്. കാണാനും അങ്ങനെയായിരുന്നു. അത് ഞാൻ കാണിക്കാറില്ല, ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ ഞാൻ കാണിക്കാറില്ല. ഇൻസ്റ്റഗ്രാമിലുണ്ടോ? അങ്ങനെയാണ്. അപ്പോ തമിഴത്തി കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പേര് മാറ്റാന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ദിവസം
ശ്രേയാന്നാക്കിയപ്പോൾ ഭയങ്കര ഒരു 5 പേരെടുത്ത് കഴിഞ്ഞാൽ ഒരു 5 പേരെ വിളിച്ചു കഴിഞ്ഞാൽ അത് 4 പേര് ശ്രേയായിരിക്കും. അപ്പൊ എനിക്കൊരു 8ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ എനിക്ക് ശ്രേയനോട് വെറുപ്പായി. എന്ത് വൃത്തിയുടെ പേരാണ് എനിക്ക് കിട്ടിയത്, എല്ലാവർക്കും ശ്രേയ എന്നുള്ള പേര് വേണ്ട. അപ്പൊ ഞാൻ എൻ്റെ അമ്മൂമ്മയായിട്ട് ഭയങ്കര ക്ലോസാണ്. അച്ഛൻ അമ്മേനെക്കാട്ടിയും കുറച്ചുകൂടെ ക്ലോസ് അമ്മൂമ്മയായിട്ടാണ്. അപ്പൊ അമ്മൂമ്മയുടെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂമ്മയുടെ പേരാണ് രുക്മിണി. അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ പറഞ്ഞു, എനിക്ക് ശ്രേയ എന്നുള്ള പേര് വേണ്ട, എനിക്ക് ശിവഗാമി എന്നുള്ള പേര് ഒന്നുകിൽ നിങ്ങൾ മാറ്റി തരണം. അപ്പൊ 8th പഠിക്കുമ്പോ ഞാൻ പണ്ടേ ഞാനിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ശിവഗാമി മതിയായിരുന്നു, വെറുതെ നിങ്ങൾ എൻ്റെ പേര് മാറ്റി എന്നൊക്കെ പറഞ്ഞ് ഫുൾ പ്രശ്നമാണ് വീട്ടില്. അപ്പോ അമ്മ പറഞ്ഞു, ഇപ്പൊ എല്ലാരും വിളിച്ചു തുടങ്ങിയില്ലേ ശ്രേയാന്ന്, അപ്പൊ പിന്നെ ഇനി മാറ്റിയിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ ശ്രേയക്ക് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആക്കാന്ന് പറഞ്ഞപ്പോ രുക്മിണി, ശ്രേയ രുക്മിണി ആരും ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. രുക്മിണി എന്ന് പറഞ്ഞാൽ നമ്മൾ സർനെയിം ഇപ്പം അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് വെക്കുന്നതിന് പകരം ഞാൻ അമ്മൂമ്മയുടെ പേര് വെച്ചു എന്നുള്ളത്. അങ്ങനെ ശ്രേയ രുക്മിണി എന്നായി. എത്രാമത്തെ ക്ലാസ് തൊട്ടാണ് ശ്രേയ രുക്മിണി ആയത്? ഇല്ല, റെക്കോർഡിക്കലി ഞാൻ മാറ്റിയിട്ടില്ല. ഇല്ല, ശ്രേയ തന്നെയാണ്. റെക്കോർഡിക്കലി ഉള്ള നെയിം എന്താണ്? ശ്രേയ ഭാർഗവൻ. അച്ഛൻ്റെ പേര് ഭാർഗവൻ എന്നായിരുന്നു. അപ്പം അത് മാറ്റിയിട്ടില്ല. പക്ഷെ ശ്രേയ രുക്മിണി എന്നുള്ളത് ഒഫീഷ്യലായിട്ട് പറയാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ എൻ്റെ അമ്മ അച്ഛനും എൻ്റെ അടുത്ത് പറയാണ് ശിവഗാമി എന്നാക്കാൻ. ഞാൻ പറഞ്ഞു, മാറ്റുന്നുണ്ടോ ശിവഗാമിയിലോട്ട്? ഇനിയിപ്പോ മാറ്റിയിട്ട് എന്ത് കാര്യം? അത് ശരിയാണ്. എപ്പോഴെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഞാനൊരു ആക്ട്രസ് ആവും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു മൂവിയിൽ വരും, അങ്ങനെ എപ്പോഴെങ്കിലും പണ്ട് കുഞ്ഞിലെ? ഇല്ല. എന്താ, നമ്മൾ പഠിക്കായിരുന്നല്ലോ അല്ലേ? ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റതായിരുന്നു. കാരണം എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞല്ലേ, അവള് ഡാൻസും പാട്ടുമായിരുന്നു. ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചേച്ചിയും ഫിലിം ഫീൽഡിലാണ്. ആണോ? ചേച്ചി ആക്ട്രസ് ആണ്. അവള് മലയാളത്തിൽ 2 മൂവി ചെയ്തിട്ടുണ്ട്, ഇപ്പൊ തമിഴില് ചെയ്യുന്നുണ്ട്. അവള് പ്രൊഫഷണലി ഡാൻസറാണ്. അപ്പോൾ അവള് പഠിച്ചതും BFM ഭരതനാട്യമായിരുന്നു. MFA ഭരതനാട്യം അതായിരുന്നു പഠിച്ചതൊക്കെ. അപ്പോൾ അവള് കലാരംഗത്തായതുകൊണ്ട് ഞാൻ അക്കാഡമിക്സും ആയതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോലെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആക്ട്രസ് ആവുന്നൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ കുറച്ച് 18 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന പോലെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഈ ആഗ്രഹം ഉണ്ടല്ലോ, ഞാൻ എന്തിനു വെറുതെ അത് സബ്സൈഡ് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ഞാൻ തന്നെ പുറപ്പെട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് എല്ലാം ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ എന്നെ സപ്പോർട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം മൂവി ഇറങ്ങിയപ്പോൾ കണ്ടിട്ട് അവർ ഭയങ്കര ഹാപ്പിയായി, അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ പ്രൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ സക്സസ് ആയി പറ്റുമെന്ന് അത് പ്രൂവ് ചെയ്യാന്നുള്ളതാണ് പിന്നെയുള്ള വഴി. അപ്പോൾ ഇപ്പൊ അവർ ഹാപ്പിയാണ്. ഇപ്പൊ ഫാമിലി അല്ലാതെ വേറെ ആരാണ് ഇൻഡസ്ട്രിയിൽ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്, എനിക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സ്, ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ എല്ലാവരോടും അധികം ക്ലോസ് ആവുന്ന ടൈപ്പല്ല. എനിക്കൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു 2-3 ആൾക്കാർ അത്രേ ഉള്ളൂ. അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സായി, ഇപ്പം സായി, അക്ഷയ്, പിന്നെ ശ്രീനാഥ്. ഇങ്ങനെ ശ്രീനാഥ് ഡയറക്ടറാണ് ആക്ച്വലി. ഇവർ 3 പേരാണ് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതും ഇവർ തന്നെയാണ്. എന്നെ പുഷ് ചെയ്യുന്നത് ഇവർ 3 പേരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിലിമിൻ്റെ കേസിലൊക്കെ എന്നെ സായി എന്ന് പറഞ്ഞ എൻ്റെ സായി കൃഷ്ണ എന്നാണ് അവളുടെ പേര്. അവളാണ് എന്നെ എക്സ്ട്രീം സത്യം. സായി പെണ്ണായിരുന്നു? സായി പെണ്ണ, സായി കൃഷ്ണ എന്നാണ് അവളുടെ പേര്. അവളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് എന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരാൾ അവളാണ്. എനിക്കൊരു ഗോ ടു പേഴ്സൺ അതുകൊണ്ട്. അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ ഞാൻ രുക്മിണീനെ ആദ്യം കാണുന്നത് മോഡലായിട്ടാണ്, ആക്ട്രസ് ആയിട്ടല്ല, മോഡലായിട്ടാണ്. നമ്മൾ വർക്ക് ചെയ്തിരുന്നതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് മോഡലിംഗ് ഫീൽഡിൽ എത്തിയത്? ഞാൻ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ മോഡലിംഗ് ചെയ്യുന്ന അവരുടെ അടുത്ത് തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തെറ്റായിട്ട് വിചാരിക്കരുത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലി രാജിവെച്ചു. എവിടെന്നോ പെട്ടെന്ന് ജോലി ജോലി രാജിവെച്ചിട്ടാണല്ലോ സിനിമയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അതുമല്ല, ഞാൻ റെഡ് എഫ് ഇപ്പൊ സിനിമ കംപ്ലീറ്റ് ആയിട്ട് സിനിമയിലോട്ട് ഇറങ്ങി. സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ജീവിക്കാൻ പൈസ വേണമല്ലോ.
സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ജീവിക്കാൻ പൈസ വേണമല്ലോ. എനിക്ക് കൊച്ചി വിട്ട് പോകാനും പറ്റില്ല, കാരണം കൊച്ചി വിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ലോക്കാണ്. അവിടുന്ന് എന്നെ വല്ല എനിക്ക് PhD പ്ലാനൊക്കെ ഉണ്ടെങ്കിലും അവിടുന്ന് ഈ അമ്മയും അച്ഛനും എന്നെ അക്കാഡമിക്കലി പ്രഷർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു കൊച്ചിയിൽ തന്നെ നിൽക്കാം എന്നുള്ളൊരു സംഭവം വിചാരിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഓക്കെ, ഫോർ ദ സേക്ക് ഓഫ് മണി നമുക്ക് മോഡലിങ്ങിലോട്ട് ഇറങ്ങാം എന്നുള്ളൊരു കാര്യം. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സിനിമ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് മോഡലിങ്ങിലോട്ട് വരുന്നത്, അല്ലാതെ മോഡലിംഗ് വഴി സിനിമയിലോട്ടേക്ക് വന്നതല്ല. ഓക്കെ, അപ്പം രുക്മിണിയുടെ പെർസ്പെക്റ്റീവിൽ മോഡലിംഗ് ആണോ ആക്ടിംഗ് ആണോ ചെയ്യാൻ ബുദ്ധിമുട്ട്? എനിക്ക് മോഡലിംഗ്. എന്താ മോഡലിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ട്? ഞാൻ എൻ്റെ അറിയാൻ വേണ്ടി ചോദിച്ചത്. കാരണം എനിക്കത് ചെയ്തിട്ട് എനിക്ക് ആക്ടിംഗ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഇംപ്രവൈസ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, ഫ്രീഡം ഉണ്ടല്ലോ. മോഡലിംഗ് ആണെങ്കിൽ നമ്മൾ പോസ് ചെയ്യുക, എനിക്കാണെങ്കിൽ കുറെ നേരം നിൽക്കാനൊന്നും അധികം മടിയാണ്. അതിപ്പോ സിനിമയിലായാലും നമ്മൾ നിൽക്കേണ്ടി വരും, അത് ഒരു കാര്യമാണ്. പക്ഷെ സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അത് എത്ര നേരം വേണേലും നിൽക്കാന്നുള്ളൊരു ഇതാണ്. ഇതിപ്പം മോഡലിംഗ് അധികം താല്പര്യമില്ലാതെ ചെയ്യുന്നതുകൊണ്ട് ഒരു നിൽക്കാനുള്ള ഒരു മടിയും അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പിന്നെ ചേഞ്ച് ഒക്കെ വരുമല്ലോ കുറെ. അതെ, അത് അപ്പോഴൊക്കെ നമുക്ക് വയ്യാണ്ടായിരുന്ന അവസ്ഥയാവും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നല്ലത് ആക്ടിങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ശരി, അപ്പോൾ മോഡലിങ്ങിലും ആക്ടിങ്ങിലും ഇപ്പം സജീവമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ആ സമയത്ത് അയ്യോ ഇത് പറഞ്ഞതുകൊണ്ട് ഇനി എനിക്ക് മോഡലിംഗ് കിട്ടാണ്ടിരിക്കരുത്, എല്ലാവരും വിളിച്ചോ, എല്ലാവരും എന്നെ വിളിക്കും, എല്ലാവരും രുക്മിണിനെ വിളിച്ചോളാം. ഓക്കെ, അപ്പം ഞാനിനി കുറച്ച് സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനത്തെ പരിപാടിയിലോട്ട് വരാം. നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് തീരെ നമ്മളെ കെയർ ചെയ്യാതിരിക്കത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയറും ഹെയർ കെയർ ഒക്കെ. എനിക്ക് സ്കിന്നെ കണ്ടറിയാം, എന്താ ചെയ്യുന്നത് സ്കിൻ കെയറിനൊക്കെ വേണ്ടിയിട്ട്? സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വേസ്റ്റ് സ്കിന്നായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് വെയിലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ പിമ്പിൾസ് വരും, ടാൻ വരും. ഇതാണെങ്കിൽ ഇത് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു എൻ്റെ സേവിങ്സിൽ പകുതിയിലധികം പൈസയും സ്കിന്നിൽ ആണ് ഞാൻ പോയത്. സ്കിന്ന് തൊട്ട് കഴിഞ്ഞാൽ പൈസയാ. പിന്നെ ഹെയറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ ശരിക്കും കേളി ഹെയറാ. ഓക്കെ, പക്ഷെ മൂവിയിൽ ഞാൻ സ്ട്രെയിറ്റ് ഹെയർ, അങ്ങനെ ഒരു വേവി ഹെയർ ആ ഒരു ഇതിലാണ് വരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് എൻ്റെ മുടി അങ്ങനെയാണ്. ഞാൻ മുടി സ്മൂത്തനിങ് ചെയ്തോ? ഇല്ല, ഞാനൊരു ഷൂട്ടിന് പോയി. ഒരു ഷൂട്ടിന് പോയപ്പോൾ അവര് അയണിങ് ചെയ്തിട്ട് എന്തോ സ്പ്രേ അടിച്ചു. അതിനുശേഷം വീട്ടിൽ പോയി കുളിച്ചപ്പോ പിന്നെ മുടി അറിയില്ല, അത് പിന്നെ തിരിച്ച് കേളാവണില്ല. അങ്ങനെ എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയി. പിന്നെ ഞാൻ വളരാൻ വേണ്ടിയിട്ട് പിന്നെ കാത്തു നിന്നു. പിന്നെ പകുതി സ്ട്രേറ്റ് പകുതി കേൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമല്ലോ സ്ട്രേറ്റൻ ചെയ്തവർക്ക്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്, നല്ല മോശം അവസ്ഥ. അപ്പൊ നമ്മൾ എപ്പോഴും അയൺ ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയെങ്കിലും പോണെങ്കിൽ ഭയങ്കര പാടാ. അപ്പൊ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പൊ എന്തോ ഭാഗ്യത്തിന് വളർന്നു, റിയൽ ആയിട്ട് വളർന്നു. അതെനിക്കും അറിയില്ല. ഞാൻ അവരെ വിളിച്ചപ്പോ അവര് പിന്നെ ഫോൺ എടുത്തില്ല. ഞാൻ ചേട്ടൻ എന്റെ മുടി പിന്നെ തിരിച്ചു കിട്ടണില്ല എന്ന് പറഞ്ഞു. അവര് ഫോൺ എടുക്കണില്ല. പിന്നെ സ്കിൻ കെയറിന് എന്തൊക്കെയാ ചെയ്യുക? സ്കിൻ കെയറിന് ആക്ച്വലി ഈ പറയുന്ന പോലെ ടാനിങ്ങും ഭയങ്കര പിമ്പിൾസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഷൂട്ടിന്റെ സമയത്ത് എൻ്റെ അടുത്ത് വിനീതേട്ടൻ പറയും പപ്പടം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? പപ്പടം വാട്ടി വെച്ച പോലെ ഉണ്ട് മുഖത്ത് പിമ്പിൾസ് എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് ഷൂട്ടിന്റെ സമയത്ത്. കാരണം വിനീതേട്ടൻ എന്നെ മീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുഖം ഭയങ്കര ക്ലീൻ ആയിരുന്നു. ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് എൻ്റെ മുഖത്ത് ഫുൾ പിമ്പിൾസ്. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും വരും. അപ്പം വിനീതേട്ടൻ പറഞ്ഞു, ഓ ഇവളുടെ ഫേസ് ഞാൻ കാണുന്ന സമയത്ത് ഇവളുടെ ഫേസ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പൊ ഇവളുടെ ഫേസ് എന്താ അല്ലാതെ പിമ്പിൾസ് ഒക്കെ വന്നിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെ കൺസൾട്ട് ചെയ്തിട്ട് പിമ്പിൾസിനുള്ള മരുന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്കിൻ കെയർ അത്രയും സിനിമയിൽ വരുന്നത് വരെ ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നല്ലൊരു റൊട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ട്. റൊട്ടീൻ പറയണോ? രാവിലെ ഫേസ് വാഷ്, പിന്നെ ഒരു സിറം, സൺസ്ക്രീൻ. അത് ഞാൻ കൃത്യമായിട്ട് മോയ്സ്ചറൈസർ അതും കൂടി മറന്നുപോയി. ഞാനും ടെൻഷനായി പോയി. എനിക്ക് ഏറ്റവും വലിയ ഡൗട്ട് മോയ്സ്ചറൈസർ ആണോ ആദ്യം ഇടേണ്ട, സിറം ആണോ ആദ്യം? സിറം അല്ല ആദ്യം ഇടണ്ടേ? ഞാൻ അങ്ങനെയാണ് ഗൂഗിൾ ചെയ്തപ്പോ കണ്ടത്. അതായത് സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. അത് ഞാൻ പക്ഷെ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. കാരണം എനിക്ക് പിന്നെ പേടിയായി. കാരണം സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ ഇത്രയും വൃത്തികേടായിട്ട് കാണരുത് എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. രാവിലെ ഇങ്ങനെ ചെയ്യും, രാത്രിയും അതുപോലെ ഫേസ് വാഷ്,
മോയ്സ്ചറൈസർ, സിറം മോയ്സ്ചറൈസർ അല്ലേ? സിറം മോയ്സ്ചറൈസർ. ഞാൻ ആക്ച്വലി ഉൾട്ടായിട്ടാ ഫോളോ ചെയ്ത് തന്നെ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞതാണ് ശരിയെന്നൊന്നും അറിയില്ല. ഞാൻ വെറുതെ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടതാണ്. ഒന്നിട്ട് കഴിയുമ്പോൾ നോക്കാൻ നമുക്ക് ഇരുന്നിട്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ക്രൂവിലുള്ളവർ എന്ത് പറഞ്ഞു? ഇപ്പം കൂടെ അഭിനയിച്ച ഒരു ദിലീപേട്ടനോ അല്ലെങ്കിൽ കൂടെ അഭിനയിച്ച ഒരു 4 വേറെ ഹീറോയിൻസും കൂടി ഉണ്ടായിരുന്നില്ല, അവരൊക്കെ എന്താ പറഞ്ഞേ? ആക്ച്വലി എൻ്റെ സീൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, എനിക്ക് ഇച്ചിരി പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിനീതേട്ടനും ദിലീപേട്ടനും ബാക്കി മെമ്പേഴ്സൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര ആ ഒരു സീനൊക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ബിഗിനറായിട്ട് ചെയ്ത ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ചെയ്ത പോലെ തോന്നുന്നില്ല. അതെനിക്ക് ഞാനും കേട്ടായിരുന്നു അങ്ങനെ കുറച്ച് റിവ്യൂസ്. ആണല്ലേ? അതെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് കേട്ടോ. ഒന്ന് ഈ പറയുന്ന പോലെ നമ്മൾ നീ ചെയ്തത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ചെയ്തത് കൊള്ളത്തില്ല എന്നാൽ പിന്നെ എനിക്കത് നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാശി വരുമല്ലോ, അതെങ്ങനെയും ഒന്ന് നന്നാക്കി കാണിച്ചു കൊടുക്കണം. നേരെ മറിച്ച് നമ്മളെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബൂസ്റ്റ് ആവുന്ന ആൾക്കാർ, ഞാൻ ആ സെക്കൻഡ് കാറ്റഗറിയാണ്. എന്നെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ബൂസ്റ്റ് ആവും, എനിക്ക് വീണ്ടും വീണ്ടും നന്നായി ചെയ്യാനുള്ളൊരു. നേരെ മറിച്ച് എൻ്റെ അടുത്ത് നീ നന്നായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡൗൺ ആവും, പിന്നെ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു സാധനം വരും. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്ത് പറയും, ഇനിയിപ്പോ ഞാൻ മോശമാണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് നന്നായി മാത്രമേ പറയാവൂ, കാരണം എന്നാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആ ഒരു സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഓരോ ആൾക്കാർ വ്യത്യസ്ത ഉണ്ടല്ല. അപ്പൊ എൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ നന്നായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നിയ, എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സീൻസും സിനിമയിൽ ഉണ്ട് കേട്ടോ. അതിലെനിക്ക് ആക്ച്വലി ഞാൻ എന്താ പറയാ, അപ്പോൾ ഇവരൊക്കെ വന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഓക്കെ, എനിക്ക് പറ്റുന്നുണ്ട്, ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഭയങ്കരമായിട്ട് വരും. അത് ഭയങ്കര നല്ലത്. ഇനി എങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഇഷ്ടം? അല്ലെങ്കിൽ നമ്മളിപ്പം ആക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്താൽ എനിക്ക് താല്പര്യമുണ്ട് ഇങ്ങനത്തെ, അങ്ങനെ എന്താണ്? ഇപ്പൊ ഒരു ഫിലിം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് നമ്മുടെ മഴയത്തും മുംബൈ എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, അതിലെ ആനിയുടെ ഒരു റോള്, അങ്ങനത്തെ റോള് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ കണ്ണത്തിൽ മുത്തമിട്ടല്ല സിമ്രാന്റെ ക്യാരക്ടർ, അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ, കുറച്ച് ഇമോഷണലി ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. എന്താണ് ഇനി അപ്കമിങ് പ്രൊജക്ട്സ്? കഥകളൊക്കെ കേട്ട് 2-3 പ്രൊജക്ട്സ് ഇപ്പോൾ ലൈനപ്പ് ആയിട്ടുണ്ട്, പക്ഷെ അതിനെ പറ്റിയിട്ടൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, സീക്രട്ട് ആണ്. ഫസ്റ്റ് ലുക്കൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും ഞങ്ങൾ അറിയുന്നത്. ശരി, എന്നാ നമുക്കൊരു ചെറിയ റാപ്പിഡ് ഫയർ സെക്ഷനിലൊക്കെ. ഇത് ഞാൻ കുറേ പേർക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തതാണ് കേട്ടോ. രുക്മിണി സിംഗിൾ ഓർ കമ്മിറ്റഡ്? ഇത് ഞാൻ വിചാരിച്ചതാ. അറിയോ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് സിംഗിൾ ഓർ കമ്മിറ്റഡ്? സിംഗിൾ. സിംഗിൾ സിംഗിൾ സിംഗിൾ. എല്ലാവരും കേട്ടോളൂ, സിംഗിൾ. ഓക്കെ, നമ്മളിപ്പം അഭിനയിച്ച ഫിലിമിലെ ക്രൂ അല്ലാതെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള 3 സെലിബ്രിറ്റീസ്. കോണ്ടാക്ട് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഫോണിൽ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള 3 സെലിബ്രിറ്റീസ്. ഉണ്ണി മുകുന്ദൻ, സിജു വിൽസൺ, ഓക്കെ, പിന്നെ ശ്രീനാഥ് രാജേന്ദ്രൻ. ഇനി വല്ലവരും പറയാൻ താല്പര്യമുണ്ടോ? 3 ഇച്ചിരി കയറിയാലും കുഴപ്പമില്ല കേട്ടോ. പോൾസൺ റൈറ്ററാണ്. അതെ, കാതൽ പറഞ്ഞതിന്റെ പോൾസിന് വിഷമവും പറഞ്ഞിട്ടുണ്ട്. പോൾസൺ വെജ് ഓർ നോൺ വെജ്? നോൺ വെജ്. നോൺ വെജ്. ഈസ് രുക്മിണി എ ഫിറ്റ്നസ് ഫ്രീക്ക്? ഇപ്പോ എത്ര നാളായി അങ്ങനെ? ഒരു 6 months ആയിട്ട്. എനിക്ക് ആക്ച്വലി ആ കോവിഡ് സമയത്ത് എനിക്ക് ഈ ഒരു ഫിറ്റ്നസ്സിലോടുള്ള ഒരു സംഭവം കയറിയിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല, നടക്കുന്ന പോലും ഇല്ലല്ലോ. സമയത്തൊക്കെ വീടിന്റെ അകത്ത് തന്നെ ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ ജിമ്മിലൊന്നും പോവാതെ ഈ വർക്ക്ഔട്ട് ആപ്സ് ഒക്കെ നോക്കിയിട്ട് വർക്ക്ഔട്ട് ചെയ്യായിരുന്നു വീട്ടിൽ തന്നെ. പക്ഷെ ആ സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കുറെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കുകയും ചെയ്യും. വെയിറ്റ് കുറച്ചായിരുന്നോ? എത്രയായിരുന്നു സ്റ്റാർട്ട്? ഇല്ല, വെയിറ്റ് കുറയുന്നില്ല. വെയിറ്റ് കുറയുന്നില്ല, കാരണം രാവിലെ ചക്ക, ഉച്ചയ്ക്ക് മാങ്ങ, ഇതൊക്കെ ആയിരുന്നു. വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നില്ല, ജിമ്മിലും പോകുന്നുണ്ടായിരുന്നില്ല, വെയിറ്റ് ട്രെയിനിങ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇപ്പോ റീസെന്റ് ആയിട്ട് ഒരു 6 months ആയിട്ട് കറക്റ്റ് ആയിട്ട് ഫോളോ. എത്രയായിരുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്ത്? ഇപ്പൊ വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എത്രയായിരുന്നു വെയിറ്റ്? ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ എത്ര കുറച്ചു?
ഞാൻ ആക്ച്വലി എനിക്ക് ഏറ്റവും മാക്സിമം പോയ വെയിറ്റ് എന്ന് പറയുന്നത് 59 or 60 ആണ്. അതൊന്നും ഒരു വെയിറ്റ് അല്ലേ കേട്ടോ. പക്ഷെ എനിക്ക് എന്നെ ഭയങ്കര ബൾക്കി ആയിട്ട് എനിക്ക് തോന്നും ആ ഒരു ഇതിൽ. പക്ഷെ എനിക്ക് വേണ്ട ഒരു വെയിറ്റ് 55 ആണ് എൻ്റെ ഒരു ടാർഗറ്റ്. ആഗ്രഹം അച്ചീവ് ചെയ്തില്ലേ? ഫേവറേറ്റ് ഫുഡ്? ചോറും കറി. എന്ത് കറി? ചോറ് അല്ല എങ്ങനത്തെ കറികൾ? എല്ലാ കറികളും. ചോറ് എനിക്ക് അങ്ങനെ പ്രത്യേക കറികൾ ഇഷ്ടമില്ല. എന്ത് കറിയാണെങ്കിലും ചോറാണെങ്കിലും എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണി ചോറൊക്കെ വെച്ച് ബിരിയാണി വേണോ മീൽസ് വേണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മീൽസ് ഒക്കെ പറയാം. ശരിയാണ്. കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ആക്ടർ? അതിപ്പോൾ കുറേ പേരുണ്ട്. അന്നാ കുറേ പേര് പറഞ്ഞു. എനിക്ക് സിദ്ധാർത്ഥിനെ ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്. ഓക്കെ. സിദ്ധാർത്ഥിന്റെ കൂടെ ആക്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ മലയാളത്തിലെ ഒരാളുടെ? മലയാളത്തില് മോഹൻലാലും മമ്മൂട്ടിയും അല്ലാതെ ഒരാള്. അതിപ്പോ അങ്ങനെ ചോദിച്ചപ്പോ ആരപ്പോ പറയാം. അതിപ്പോ എല്ലാവരുടെ കൂടെ എന്നാലും ഒരാളുടെ പേര് വെറുതെ ഒരാളുടെ പേര് പറ. അല്ലാതെ ഇപ്പൊ എല്ലാവരുടെ കൂടെ ആക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ശരി, ഓക്കെ. മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് പേഴ്സൺ? ഞാൻ രണ്ടും എല്ലാം തോന്നുന്നു. അതെന്താ? കാരണം എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും പറ്റില്ല, രാത്രി ഒരുപാട് സമയം ഇരിക്കാനും പറ്റില്ല. വല്ലാത്തൊരു ഉച്ചയ്ക്കാണ് ഇതിന്റെ രണ്ടിന്റെ. സാധാരണ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട് രാവിലെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര എനർജി ആയിരിക്കും. ഞാനുണ്ടല്ലോ രാവിലെ ജിമ്മിൽ പോയിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഉറങ്ങും. എന്നിട്ട് രാത്രി ചോറ് കഴിച്ചിട്ട് വീണ്ടും ഉറങ്ങും. അത് നന്നായിരിക്കും. ഇതാണ് എൻ്റെ റൊട്ടീൻ വരിക. അപ്പോൾ വൈകിട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഫുൾ ഉറങ്ങും. രാവിലെ എണീക്കാതെ വൈകുന്നേരം വരെ പിന്നെ ഉറങ്ങും? ഇല്ല, അങ്ങനെ രാത്രി പോകുന്ന സമയത്ത് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേക്കും. ഞാനതാ പറഞ്ഞത്, എനിക്ക് രാവിലെ പഠിക്കുന്ന സമയത്തൊക്കെ അലാം വെച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ കൂടെ കഷ്ടപ്പെട്ട് പഠിക്കാൻ എഴുന്നേക്കുമായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി നൈറ്റ് പേഴ്സൺ ആണ്. ഓക്കെ. പക്ഷെ എന്തായാലും ഒരു 10 മണിയല്ല മാക്സിമം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനർജി ഒക്കെ കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങണം എന്നുള്ള മൂഡാണ്. പക്ഷെ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആവും. കാരണം ഞാൻ ഈ ഉറക്കത്തിലായിരിക്കും. ചിലപ്പോൾ പറയുന്നൊന്നും കേൾക്കൂല. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ഞാൻ ഉറങ്ങായിരിക്കും. അപ്പം എല്ലാവരും പറയും പോയി. ഓക്കെ. നമ്മുടെ ഫോണിലത്തെ കോണ്ടാക്ട് ലിസ്റ്റ് ഇല്ലേ, അതിൽ ആ ഫേവറേറ്റ് ലിസ്റ്റിൽ ആരൊക്കെയുള്ളേ? ആരുമില്ല. ആരും ഫേവറേറ്റ്സ് ആയിട്ടൊന്നും ആരുമില്ല. ഞാൻ കാണിച്ചു തരാം. ആരുമില്ല സത്യമായിട്ടും. നോ, നത്തിങ്. അത് കഷ്ടമായി. വെസ്റ്റേൺ ഒരു ട്രഡീഷണൽ ഏതാ ഇഷ്ടം? ആക്ച്വലി രണ്ടും എനിക്ക് ചേരും. എന്നാലും കുറച്ചും കൂടി നമുക്ക് വെയർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു അറ്റയർ ഏതിൽ? എനിക്ക് കംഫർട്ട് വരുന്നത് എനിക്കൊരു ലൂസ് ഷർട്ടും ജീൻസും ആണെങ്കിൽ ഞാൻ ഓവർ സൈസ്ഡ് ഒരു ഷർട്ടും ജീൻസും ആണെങ്കിൽ ഞാൻ ഭയങ്കര സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. സാരി ആണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് എടുക്കാൻ ഇഷ്ടമാണ്. രണ്ടും ചേരുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്യുക ലൂസ് ജീൻസ്. ഓക്കെ. അങ്ങനെ നമ്മുടെ ഈ സെഗ്മെന്റിന്റെ ഏകദേശം അവസാനത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാം നോക്കിയായിരുന്നു ഒരു പിന്നീട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സ്വന്തമായിട്ട് പാട്ട് പാടിയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ പാട്ട് പാടും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു പാട്ട് പാടാവോ? ഓഹോ, അതാണ് സെഗ്മെന്റ്. സമയം ഇത്ര ആയതുകൊണ്ട് എന്റെ മൈൻഡിലേക്ക് വരുന്ന പാട്ട് ആ പാട്ട് നീ ഈ പാട്ട് കേട്ട് നീ ഉറങ്ങണം. ഇനി നീ ക്വസ്റ്റ്യൻ ചോദിക്കാൻ മിണ്ടരുത്. അതെ, പാട്. താമരനൂലിനാൽ മെല്ലേൻ മേനിയിൽ തൊട്ടു വിളിക്കൂ, താഴിട്ടു പൂട്ടുമെന്നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ, എന്നെ മാറോടു ചേർത്തൊരു പാട്ടുമൂടു, മണിവിരലിനാൽ താളമേടൂ, മെല്ലെ മെല്ലെ എന്നെ നീ ഉറക്കൂ.
എല്ലാവരും കൈയടിച്ചിട്ടുണ്ട്. ഇനി നീ ഒരു ചോദ്യം പോലും ചോദിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഇനി അടുത്ത സിനിമ ഇറങ്ങി എന്നിട്ട് ഞാൻ വീണ്ടും ഇന്റർവ്യൂ ചെയ്യട്ടെ. ഓ, സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.